ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഒരു ആശംസ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ഭാഷ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം മലയാളത്തിൽ ഡോക്ടർ ഉപയോഗിച്ചിരിക്കണം, മലയാളത്തിൽ ഇംഗ്ലീഷ് വാക്കുകൾക്ക് പകരം കൊടുത്തിരിക്കുന്ന മലയാള ഭാഷയുടെ ഭംഗി. ഞാൻ പത്രത്തിൽ കുറേ കാലം ജോലി ഉണ്ടെങ്കിൽ അറിയാം, അത് അത്രയും മനോഹരമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്, അത്രയും ഭംഗിയായിട്ട്. അതിന് ആർക്കും വായിച്ചാൽ മനസ്സിലാകും. വളരെ വലിയ ആശയങ്ങളാണ്. ഇപ്പോൾ സയൻസ് ഒരുപാട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, ബയോളജി ഇതെല്ലാം വരുന്നതിനകത്ത്. അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടൊരു മനുഷ്യൻ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അത്രയും കാലം, ഇത്രയും വർഷങ്ങളുടെ നീണ്ട അധ്വാനമാണ് ആ പേജുകളിലൂടെ കടന്നു പോകാൻ തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തിരസ്കരിക്കുന്ന ഡാർവിൻ്റെ തിയറിയെ, അതുപോലെ ഈ ഉൽപ്പത്തിയുടെ തിയറിയൊക്കെയാണ് അദ്ദേഹം ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബൈബിളിലെ ഉൽപ്പത്തിയിൽ ആദ്യം ആകാശമുണ്ടായി, പിന്നെ വെള്ളമുണ്ടായി, ദൈവം അങ്ങനെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മത്സ്യങ്ങളെ സൃഷ്ടിക്കുന്നു, അവസാനം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ സൃഷ്ടിയുടെ ഒരു ഓർഡർ നോക്കുമ്പോൾ അതിനൊരു സയൻസിൻ്റെ ഒരു ഓർഡറുണ്ട്, ഇതിനകത്തൊരു ക്രമം. മനുഷ്യൻ്റെ അവസാനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് മെസപ്പൊട്ടോമിയൻ ഗിൽഗമേഷ് കഥകളിലൊക്കെയുള്ള ഒരു സങ്കല്പമാണ്. അതാണ് ഈ ബൈബിളിൽ പറയുന്ന, ഉൽപ്പത്തിയിൽ പറയുന്ന ഈ സംഗതി. അപ്പോൾ ആ സൃഷ്ടിയിൽ അത് പറയുന്നൊരു കഥ, ഇത് മോസസ് എന്ന് പറയുന്ന മോശ എഴുതിയതാണെന്നൊക്കെ ഒരു വാദമുണ്ട്. കാരണം നമുക്ക് ഏറ്റവും വലിയ ഇന്നും ലോകത്തിൻ്റെ ഒരു പിന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എഴുതിയ ഒരാളാണ് മഹാബുദ്ധിമാനായ മോസസ്. കാരണം 10 പ്രമാണത്തിൽ ആണ് നമ്മുടെ ഈ നിയമസംഹിതകളൊക്കെ പലതും അതിൻ്റെ അടിസ്ഥാനം അതാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇതിങ്ങനെ എഴുതിയ ഒരു ന്യായം. മനുഷ്യനെ സൃഷ്ടിക്കുന്നു, അതിന് പാപം ഉണ്ടാകുന്നു, പാപത്തിന് പരിഹാരം, ആദവോവയും സൃഷ്ടിക്കപ്പെടുന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നും പിന്നെ വരുന്ന സയൻസിൻ്റെ ഈ പറയുന്ന നിർദ്ധാരണം, മനുഷ്യനിങ്ങനെ പിന്നെ പരിണമിച്ചു കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ മാറ്റം അദ്ദേഹം പറയുന്നത്, ഡോക്ടർ പറയുന്ന അതിൻ്റെ ആർഗ്യുമെൻ്റ് വേറെ ഒരു ആർഗ്യുമെൻ്റ്. ഇത്രയും വലിയ പ്രകൃതിയിൽ നേരിട്ട് അതാത് ജീവജാതികളായി ഓരോന്നിനും ഓരോ ബീജത്തിൽ നിന്നും അത് തന്നെ പരിണമിച്ചു, ഇങ്ങനെ ഒന്നിൽ നിന്ന് വേറൊന്നല്ല, അതിൽ തന്നെ ഉണ്ടായി എന്നുള്ളൊരു ആർഗ്യുമെൻ്റാണ്. എന്തുകൊണ്ടായിക്കൂടാ? ഇപ്പോൾ സയൻസിന് വരുമ്പോൾ ഇപ്പം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുന്ന കാലത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓരോ കാലഘട്ടങ്ങളിൽ വരുന്നതിനെ പിന്നെ മാറ്റി പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ശ്രമത്തിൻ്റെ തുടക്കമാണ് ഇവിടെ ഈ പുസ്തകത്തിൽ നടത്തിയിരിക്കുന്നത്. അപ്പം വാഗ്ദത്ത ഭൂമിയിലൂടെ 200 മൈലാണ് ഈ പിന്നെ ഈജിപ്തിൽ നിന്ന് മോശ ആൾക്കാരെ നയിച്ചുകൊണ്ട് വന്നത്. സീനായ് മരുഭൂമിയുടെ 200 കിലോമീറ്റർ താണ്ടാൻ 40 വർഷങ്ങളെടുത്തു എന്നാണ് ഈ പഴയ നിയമത്തിൽ പറയുന്നത്. 40 വർഷം. അപ്പോൾ എത്രയും ദൂരം, അപ്പോൾ അവർ ഒരു ദിവസം എത്ര സഞ്ചരിച്ച്, വളരെ കുറച്ച് ദൂരം മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ അവർ. അപ്പോൾ അവർ തിരിച്ചും മറിച്ചും നടന്നിട്ടുണ്ടാകും. മരുഭൂമി കൂടെ വഴി കിട്ടാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞാണ് 40 കൊല്ലം അവിടെ നിന്നിട്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തിയെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ ജീവജാലങ്ങൾ ഇങ്ങനെ പരിണമിച്ച് ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാകാം. പക്ഷേ ഈ പുസ്തകത്തിൽ പറയുന്നു, അദ്ദേഹം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നു, ഇതിങ്ങനെ അല്ല, ഇതിങ്ങനെ പ്രകൃതി നിർദ്ധാരണമുള്ള ഏകകോശ ജീവി അവിടെ നിന്നാണ്. അപ്പോൾ ഫോസിലുകളൊക്കെ കണ്ടുകൊണ്ട് പറയുമ്പോൾ നഷ്ടപ്പെട്ട ചില ഇടങ്ങളുണ്ട് അതിൻ്റെ അകത്ത് എന്നൊക്കെ ഡോക്ടർ ഇവിടെ പറയുന്നുണ്ട്. ഏതായാലും ഇതൊരു വലിയ ചിന്തയുടെ, ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു ചിന്തയുടെ വലിയൊരു തുടക്കം കുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ അതിലേറ്റവും ഞാൻ ഏറ്റവും അഭിനന്ദിക്കുന്നത് അതിൻ്റെ ഭാഷ. ഏറ്റവും സിമ്പിളായ ഭാഷയിൽ എഴുതിയ പുസ്തകമാണ്. ഇത് ഇംഗ്ലീഷ് വരുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മറ്റുള്ളവർ അറിയുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിൻ്റെ രൂപം വരണം. ഇനി 2 ഭാഗം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള ശ്രമങ്ങൾ വേണം. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ നമ്മൾ കൂടുതൽ വളരുകയുള്ളൂ. നമ്മൾ സ്വയം നവീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുകയും ഉത്തരം തേടാനുള്ള ശ്രമം നടത്തുകയും ചെയ്യണം. അതിനുള്ള വലിയൊരു ശ്രമമാണ്. അതുകൊണ്ട് ഡോക്ടർക്ക് ഇനിയും കൂടുതൽ ഇങ്ങനെയുള്ള ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എഴുതാനും അത് ഇംഗ്ലീഷിൽ നമുക്ക് കൂടുതൽ പ്രചാരം കിട്ടുവാനും ഇടവരട്ടെ. എല്ലാവർക്കും, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.